ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഏതായിരുന്നു പഠിച്ചത്? 2 ടാക്സിക്കാർ. ആരായിരുന്നു അത് എഴുതിയത്? ഗുരു നിത്യ ചൈതന്യയതി അല്ലേ? നിത്യ ചൈതന്യയതിയെ പറ്റി ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങളോട്? എന്താണ്, നമ്മളുടെ പത്തനംതിട്ടയിൽ ജനിച്ചാണ് അദ്ദേഹം. എന്താണ്, ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ, എന്താണ് ആ ഒരു ഭക്തി മാർഗത്തിലൂടെ അല്ലേ, മനസ്സിൽ എന്താ ആദ്യമേ സന്യാസിയാകണം എന്നുള്ളൊരു മോഹം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. നമ്മുടെ ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും ഒരുപാട് യാത്ര ചെയ്യുകയും പിന്നെ എന്താണ് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്തതല്ലേ. അതനുസരിച്ച് പിന്നെ എന്താണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു വന്ന ഭാഗം പഠിച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് പറഞ്ഞു വന്ന ഭാഗം ഏതാണ്? അദ്ദേഹം ബോംബെയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായ, അതായത് എന്താണ് 1957 58 കാലഘട്ടത്തിൽ അദ്ദേഹം ബോംബെയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ 2 ടാക്സിക്കാർ, അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ടാക്സി കാറുകളാകാം, അതിൽ ഓടിക്കുന്ന ആളുകളാകാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതിൽ ഓടിക്കുന്ന ആളുകളെ പറ്റി, ടാക്സി ഓടിക്കുന്ന ആളുകളെ പറ്റി, അവരിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് അദ്ദേഹം ഈ പാഠഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അനുഭവം എന്തായിരുന്നു? അദ്ദേഹം ഗവേഷണ വിദ്യാർത്ഥിയോടൊപ്പം എവിടേക്ക് പോവുകയായിരുന്നു? ദാമോദർ ഗാവുങ്കർ അദ്ദേഹത്തോടൊപ്പം എവിടെയാണ് ഒരു ചെമ്പൂരിലേക്ക് റിസർച്ച് ചെയ്യുന്നതിന് ആവശ്യത്തിനായിട്ട് പോകുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ദാമോദർ ഒരു മില്ല് ഉടമയുടെ മകനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിത് ബസ്സിൽ പോകണ്ട, നമുക്കൊരു ടാക്സിയിൽ പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അവരൊന്നിച്ച് ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ്? നമ്മുടെ ഒരു ജർമ്മൻ എഴുത്തുകാരനായിട്ടുള്ള, ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള കാന്റിന്റെ നൈതിക തത്വത്തെ പറ്റി ഇവർ തമ്മിൽ സംസാരിക്കാൻ ഇടയാവുകയും അത് കറക്റ്റായിട്ടുള്ള ഉദ്ധരിക്കാൻ ശ്രമിച്ച വാക്യം എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു പോയി അതിനകത്ത് അല്ലേ. ആ സമയത്ത് ആ ടാക്സി ഓടിച്ചിരുന്ന ആ ഡ്രൈവർ തിരിഞ്ഞു നോക്കി ഇദ്ദേഹത്തിനോടത് ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോഴെന്താണ് ആ ഒരു ഉദ്ധരണി ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് അതിശയമായി, വെറും ഒരു ടാക്സി ഓടിക്കുന്ന ആള് ജർമ്മൻ നമ്മുടെ പൗരസ്ത്യ തത്വചിന്തകന്റെ പോലും അല്ല, പാശ്ചാത്യനായിട്ടുള്ള ജർമ്മൻ തത്വചിന്തകന്റെ ഉദ്ധരണി ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം വളരെ അന്തം വിട്ടുപോയി. പിന്നീട് അദ്ദേഹം ചെയ്തു, വണ്ടി ഉടനെ സൈഡിൽ ഒതുക്കി നിർത്തി അദ്ദേഹം ഇറങ്ങി ഡ്രൈവറുടെ കൂടെ ചെന്നിരിക്കുകയാണ്. അപ്പോഴാണൊരു സർദാർജിയാണെന്ന് പറഞ്ഞു അല്ലേ. എന്താണ്? പഞ്ചാബി ആ രീതി സർദാർജി നമ്മൾ പറയുന്നത്. അപ്പോഴെന്താണ് അദ്ദേഹം ലാഹോറിൽ ഫിലോസഫി ഐച്ഛികമായിട്ടെടുത്ത് MA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യ വിഭജനം ഉണ്ടാവുകയും അതിൽ ആ ഒരു കലാപത്തിനിടയിൽപ്പെട്ട് തൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിന്നെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ജീവരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്തുകയും ഒരു ബോംബെയിൽ വന്ന് എത്തിച്ചേരുന്നു. അപ്പോൾ ബോംബെയിൽ വന്ന് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം ബലിഷ്ഠമായ 2 കൈകളും പിന്നെന്താണ് പതറാത്ത മനസ്സും, എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു മനസ്സും ബലിഷ്ഠമായിട്ടുള്ള 2 കൈകളും മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെന്താണ് ബോംബെയിലെത്തി കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം ടാക്സി ഡ്രൈവർ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിനെ പറ്റിയത് അദ്ദേഹം 10 വർഷം കൊണ്ട് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങുകയും പിന്നെ 3-4 ടാക്സിയുടെ ഓണറാവുകയും ചെയ്തു. 3-4 വാഹനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിഞ്ഞു. പിന്നെ വേറെ എന്ത് സംഭവിച്ചു? അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നമ്മുടെ നിത്യ ചൈതന്യയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാമെന്നും അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇവർക്ക് ഇറങ്ങാനുള്ള സ്ഥലം ചെമ്പൂരിലെത്തി. അദ്ദേഹം അവിടെ പോവുകയും ചെയ്തു. അവിടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ആ സർദാർജിയുടെ കാറിൻ്റെ പുറകുവശത്തുള്ള ഒരു ലെതർ ബാഗിനകത്തായിരുന്നു പേഴ്സ് സൂക്ഷിച്ചിരുന്നത്. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തായാലും അത്രയും നല്ലൊരു മനുഷ്യൻ തൻ്റെ പേഴ്സ് തിരികെ എത്തിക്കുമെന്ന് നമുക്ക് നമ്മുടെ നിത്യ ചൈതന്യ
ഉറപ്പായിരുന്നു. അപ്പോഴെന്താണ് ആ രാത്രി തന്നെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ ആ ഒരു ടാക്സി ഡ്രൈവർ, എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, കർത്താ സിംഗ്. അദ്ദേഹം ആ രാത്രി തന്നെ അദ്ദേഹം ആ പേഴ്സ് കൊണ്ട് എത്തിക്കുകയും അവിടെ നിന്ന് കൂട്ടി അദ്ദേഹത്തിന്റെ അമ്മയെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോഴത്തേനാണ് ഈ ഒരു വ്യാധി ഉണ്ടാകുമെന്നറിഞ്ഞ് അമ്മ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരമൊക്കെ കരുതി വെച്ചിരുന്നു. അതോ അങ്ങനെ എന്താണ് അദ്ദേഹം ബോംബെ വിടുന്നത് വരെ ആ കർത്താ സിംഗ് എന്ന ദാർശനികനായ ടാക്സി ഡ്രൈവർ ഉത്തമ സുഹൃത്തായി. അപ്പോൾ പിന്നെന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു അമ്മയുടെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. അമ്മ എന്താണ്, ആ അമ്മ മാത്രമേ പിന്നെ അദ്ദേഹത്തിന് ഉള്ളൂ. അതിൻ്റെ മനസ്സിൻ്റെ ആ ഒരു അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ അദ്ദേഹത്തിന് പിന്നെ ജീവിത ലക്ഷ്യമായിട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടോ, എപ്പോഴും അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ജീവിതകാലം അത്രയും എനിക്ക് ജീവിക്കാൻ തന്ന അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനൊരു ടാക്സി ഡ്രൈവറായി ജീവിക്കും. എനിക്കിപ്പോഴും പഞ്ചാബി സിംഗ് സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ്, ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും പഞ്ചാബുകാരായിട്ടുള്ള സിഖ് സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഈ ടാക്സി ഡ്രൈവറെ പറ്റിയാണ്. ആരാണ്, കർത്താ സിംഗ്, അദ്ദേഹത്തെ പറ്റിയാണ് ഓർമ്മ വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കിനി ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. നോക്കിക്കേ, വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ പറ്റി കർത്താ സിംഗ് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ കർത്താ സിംഗ് അവിവാഹിതനാണ്, വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ പറ്റി കർത്താ സിംഗ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എല്ലാ മോഹവും പോയി. എന്താണ്, എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും എങ്ങനെയാണ് വധിക്കപ്പെട്ടത്? നമ്മുടെ ഇന്ത്യ വിഭജനം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തുള്ള കലാപത്തിലാണ് ജ്യേഷ്ഠനും അച്ഛനും നഷ്ടപ്പെട്ടത്. അപ്പോഴെന്താണ് അവർ ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എല്ലാ മോഹവും പോയി. എന്നാൽ അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നാൽ എന്താണ്, എൻ്റെ അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു. ബോംബെ വരെ എത്തിയപ്പോൾ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥം കണ്ടത് അമ്മയെ പരിചരിക്കുന്നതിലുള്ള സന്തോഷമാണ്. എന്താണ്, ആ ജ്യേഷ്ഠനും അച്ഛനും നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താണ്, അമ്മ മാത്രമേ പിന്നീട് ഉള്ളൂ. അപ്പോഴെന്താണ്, ആ ബോംബെ വരെ എത്തിയപ്പോൾ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥം കണ്ടത് എന്താണ്, അമ്മയെ പരിചരിക്കുന്നതിനുള്ള സന്തോഷമാണ്. വേറെ ആരുമില്ല, ബന്ധുക്കളായി പോലും വേറെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോഴമ്മയെ എങ്ങനെയെങ്കിലും പരിചരിക്കണം, അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടുള്ളൂ? പ്രധാനമായിട്ട് നമുക്ക് ഒരാളെ നമ്മൾ ജീവിതം നിലനിന്ന് പോകണമെങ്കിൽ പ്രധാനമായിട്ട് എന്താ വേണ്ടുന്നത്? കാശ് തന്നെയാണ്, പൈസ തന്നെയാണ്. ഇപ്പം നമ്മൾ തന്നെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മൾ തന്നെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പരിചയക്കാരാരുമില്ല, നമുക്ക് കഴിക്കാനുള്ള വസ്ത്രമില്ല, കിടക്കാൻ വീടില്ല, ഡ്രസ്സ് ഡ്രസ്സിനുള്ള സൗകര്യം പോലുമില്ല. നമുക്ക് എന്താണ്, അപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ തീർച്ചയായിട്ടും ഒരു തുണിക്കടയിൽ കയറി 1-2 ഡ്രസ്സ് അത്യാവശ്യം ഒന്ന് മാറിയിടാനുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കും. പിന്നെന്താണ്, കയ്യിൽ കാശുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു ഹോട്ടലിൽ നിന്നാണെങ്കിൽ കുറച്ച് ആഹാരം വാങ്ങിച്ച് കഴിച്ച് വിശപ്പടക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് കുറച്ചുകൂടി കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്താണ്, എവിടെയെങ്കിലും നമുക്കൊരു റൂം റെൻറ്റിനെടുത്ത് നമുക്ക് അവിടെ താമസിച്ചൂടെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ഒന്നാണിത്, പൈസ തന്നെയാണ്, രൂപ. അപ്പോഴെന്താണ്, ആ അമ്മയും മകനും ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ്, അമ്മയെ സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അമ്മയല്ലേ, മോനാണ് തന്നാണെങ്കിൽ കടക്കുന്നതിലെങ്കിലും കിടക്കാൻ നമ്മളൊരു നാടൻ ശൈലിയിൽ പറയും. പക്ഷെ ഇത് പറ്റില്ലല്ലോ. അപ്പോഴെന്താണ്, ആ അമ്മയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മനസ്സിൻ്റെ ധൈര്യവും കൈയുടെ ആ ഒരു ഉറപ്പും പറഞ്ഞത്. അപ്പോഴെന്താണ് മക്കളെ, ഇനി നോക്കിക്കേ, അമ്മയെ പരിചരിക്കുന്നതിനുള്ള സന്തോഷമാണ്. ഈശ്വരൻ എന്നും മറ്റും കേട്ടുകേൾവിയേ ഉള്ളൂ. എന്നാൽ അമ്മ കണ്ണിൻ്റെ മുൻപിൽ ഈശ്വരൻ നൽകി പോകുന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു. അപ്പോഴെന്താണ്, ആ ഈശ്വരൻ എന്നുള്ളത് എന്താണ്, ഈശ്വരൻ എന്നും മറ്റും കേട്ടുകേൾവിയുള്ളൂ, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ എന്നുള്ളത് നമ്മളും അത് തന്നെ അല്ലേ? കണ്ടിട്ടുണ്ടോ? ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? മുല്ല മോൻ പറയുന്നു കേട്ടോ, അവൻ കണ്ടിട്ടുണ്ടെന്ന്. അമ്പലത്തിൽ വെച്ചാണോ? അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ ചെന്നാൽ ഈശ്വരനെ കാണാൻ പറ്റും അല്ലേ? നമുക്ക് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈശ്വരനെ കാണാൻ പറ്റും ഇല്ലേ? അവിടെ നിൽപ്പുണ്ട് ഈശ്വരൻ. അമ്പലങ്ങളിലും ഉണ്ട്. നമ്മുടെ മോസ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ കാണുന്ന വിഗ്രഹങ്ങളും ആ ഒരു ബിംബങ്ങളും അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈശ്വരനെ? കണ്ടിട്ടില്ല. അപ്പോൾ ഈശ്വരനെ കാണുന്നതിന് എന്താണ്, ഈശ്വരന് പകരം നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത് ആരെയാണ്? നമ്മുടെ
ഈശ്വരനെന്ന മറ്റും കേട്ടുകേൾവിയേ ഉള്ളൂ. എന്നാൽ അമ്മ കണ്ണിൻ്റെ മുമ്പിൽ ഈശ്വരന് നൽകി പോകുന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഈശ്വരന് നൽകുന്ന എല്ലാ വിശേഷണത്തോടും കൂടി നമ്മുടെ കൺമുൻപിൽ നിൽക്കുന്നതാണ് ആര്? നമ്മുടെ അമ്മ. നമ്മുടെ അമ്മ നമുക്ക്, അമ്മയും അച്ഛനും നമുക്ക് ഈശ്വര തുല്യരല്ലേടോ. അവർ തന്ന ഒരു ജീവിതമല്ലേ നമ്മളുടേത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനേക്കാൾ ആദ്യം വണങ്ങേണ്ടത് ആരെയാണ്? നമ്മളുടെ അച്ഛനെയും അമ്മയുമാണ്. അവരെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ. ഇപ്പോൾ ഈ അമ്മയുടെ കൂടെ ഈ വഴക്കിട്ട് പിണങ്ങിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആ ശീലങ്ങളൊക്കെ മാറ്റണം നിങ്ങൾ കേട്ടോ. ഇപ്പം നിങ്ങൾ ഫുൾ ടൈം വീട്ടിൽ ഇരുന്ന് അമ്മയായിട്ട് വഴക്കിടിയിലാണ് നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബി എന്ന് എനിക്കറിയാം, ഇല്ലേ? അപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ നിങ്ങൾ മാറ്റണം. അമ്മയാണ് നമ്മൾ കാണപ്പെട്ട ദൈവമാണ് അമ്മ. അമ്മയോട് നല്ല രീതിയിൽ പെരുമാറുകയും നന്നായിട്ട് സ്നേഹിക്കുകയും ഇപ്പോൾ അമ്മയെ ജോലിയിലൊക്കെ സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. വലിയ കുട്ടികളായില്ലേ, നിങ്ങൾ 9th കുട്ടികളായില്ലേ? അപ്പോഴെന്താണ് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ അമ്മയെ ഒന്ന് സഹായിച്ചു കൊടുക്കണം. ഒന്ന് ഒരു തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കണം എല്ലാവരും കേട്ടോ. എല്ലാവരും അമ്മയ്ക്ക് ഒരു തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കണം. വെള്ളമൊക്കെ നമുക്ക് പൈപ്പ് ഉണ്ടെങ്കിൽ പോലും കിണറിലെ വെള്ളം കോരിക്കൊണ്ടുവന്ന് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ അരിയാനോ ഉണ്ടെങ്കിൽ അരിഞ്ഞു കൊടുക്കാം. ദോശയൊക്കെ ചുടാൻ എളുപ്പമാണ്. അപ്പോൾ മാവൊക്കെ ആട്ടി വെച്ചേക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് ദോശ ചുടാം, ചപ്പാത്തി ഉണ്ടാക്കാൻ സഹായിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ അമ്മയ്ക്ക്. ഇതുവരെയും ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അമ്മമാരെ സഹായിക്കണം കേട്ടോ. ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പേരൻസിനോടും, നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്ന് കേട്ടോ. അങ്ങനെ ജോലിയിൽ സഹായിക്കുന്നത് നിങ്ങൾക്ക് നാളെ എന്നോട് പറയുന്നത് നാളത്തെ പൗരന്മാരല്ലേടോ നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നത് ബോംബെയിലോ കൽക്കട്ടയിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്കും സ്വയം ജീവിക്കണ്ടേ. ഇപ്പോഴേ കുറച്ച് പാചകമൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ എന്താണ്, വെറുതെ ഹോട്ടലിൽ പൈസ കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് വെച്ച് കഴിച്ചൂടെ? അതുകൊണ്ട് എന്താണ്, ചെറിയ രീതിയിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ ജോലിയിൽ സഹായിക്കണം. ഓക്കെ, നോക്കിക്കേ. നോക്കിയ മക്കളെ, അപ്പോഴെന്താണ്, ഈശ്വരൻ നൽകി പോന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു. ആരാണ്? അമ്മ. അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായി പങ്കുവെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹം തീരുമാനിച്ചത്? അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹം, എൻ്റെ അമ്മയോട് കൂടി എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു സ്നേഹവും ശ്രദ്ധയും ഭക്തി, അമ്മയോടുള്ളൊരു ആദരവ്, ഭക്തി. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഒരു ഭക്തിയില്ലേ നമുക്ക്, അതുപോലൊരു ഭക്തിയാണ് നമുക്ക് നമ്മളുടെ അമ്മയുടെ കൂടെയും തോന്നുന്നത്. ആ ഒരു ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായും പങ്കുവെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. വേറൊരാളുമായിട്ട് അത് പങ്കുവെക്കേണ്ടതാണ്. പങ്കുവെക്കുക എന്ന് വെച്ചാൽ ഭാഗം വെച്ചെടുക്കുക, പകുത്തെടുക്കുക, പങ്കുവെക്കുക എന്ന് പറയുന്നത്. അതെ, എന്താണ് പങ്കുവെക്കുക എന്ന് പറയുന്നത്? നോക്കിയേ, ഇതൊരു ചോക്ക് പീസ്, ഇതിപ്പോൾ 2 പീസായി, 2 കഷ്ണമായി. അപ്പോൾ ഇത് 2 ആയില്ലേ? ഇത് ഫുള്ളായിട്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ഉപയോഗിക്കുമായിരുന്നു, ഇല്ലേ? അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു മാഡം വന്നിട്ട് ചോക്ക് പീസ് കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്നും ഒരു പങ്കെടുത്ത് അത് കൂടി കൊടുത്തു, അതിൻ്റെ ഒരു ഭാഗം വീതിച്ചു കൊടുത്തു. പങ്കുവയ്ക്കുക. അപ്പം നിങ്ങൾക്കൊരു ചോക്ലേറ്റ് കിട്ടുന്നു, ഒരു ഡയറി മിൽക്ക് കിട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞനിയത്തിയും ഉണ്ട്. അപ്പോൾ ഒരു ഡയറി മിൽക്കേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? അതെടുത്തിട്ട് അതിനകത്ത് ഒരു കുഞ്ഞു പീസ് എടുത്ത് കൊടുക്കത്തില്ല, അതോ വലിയ പീസ് കൊടുക്കുമോ? കുഞ്ഞു പീസാണ് കൊടുക്കുന്നത്. അറിയാം. ഓക്കെ, അപ്പോഴത് പങ്കുവെക്കലാണ്. നമ്മൾക്കുള്ള ഒരു പങ്കിൽ നിന്നും ഒരു ഭാഗം നമ്മൾ അടുത്തൊരാളിന് കൊടുക്കുന്നു. പങ്കുവയ്ക്കുക. മനസ്സിലായോ? ഓക്കെ മക്കളെ, നോക്കിക്കേ. അപ്പോഴെന്താണ്, ആ അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായും പങ്കുവയ്ക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മയോടുള്ള സ്നേഹം അത് ഞാൻ പങ്കുവയ്ക്കേണ്ട എന്ന് തീരുമാനിച്ചു. കർത്താർ സിംഗിൻ്റെ ഈ വാക്കുകൾ വളരെ സെന്റിമെന്റലായി തോന്നിയേക്കാം. അപ്പോഴെന്താണ് കർത്താർ സിംഗിൻ്റെ ഈ ഒരു വാക്കുകൾ എന്തിനെ പറ്റി അദ്ദേഹം പറയുന്നത്? വിവാഹം കഴിക്കാത്തതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ പറയുകയാണ്. എന്താണ്, തൻ്റെ അമ്മ എന്താണ്, താൻ ദൈവത്തിന് തുല്യമായിട്ട് കണ്ട് സ്നേഹിക്കുന്നു അമ്മയെ. അപ്പോഴെന്താണ്, അമ്മയോട് തോന്നുന്ന സ്നേഹവും, എനിക്ക് എൻ്റെ അമ്മയോട് തോന്നുന്ന സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായും പങ്കുവയ്ക്കേണ്ടത് ഞാൻ തീരുമാനിച്ചു. അപ്പോഴെന്താണ്, ഇദ്ദേഹം ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴമ്മയ്ക്ക് കൊടുക്കുന്നതിന് ബാക്കി സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ? പിന്നീട് കുഞ്ഞുങ്ങളാണോ, അവർക്കും പങ്കുവെച്ച് കൊടുക്കണ്ടേ? ഇപ്പോഴുള്ള സ്നേഹം മൊത്തം എന്താണ്, അമ്മയ്ക്ക് മാത്രം കൊടുക്കും. അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹമോ മൊത്തവും ഈ മകന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ മരുമകളും പേരക്കുഞ്ഞുങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഉള്ള സ്നേഹം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകണ്ടേ, ഷെയർ ചെയ്ത് പോകണ്ടേ? അപ്പോഴെന്താണ്, അതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചു. കണ്ടോ, ശ്രദ്ധയും ഭക്തിയും ജീവിതത്തിൽ വേറൊരാളുമായിട്ടും
പങ്കുവയ്ക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. കർത്താർ സിംഗിന്റെ ഈ വാക്കുകൾ വളരെ സെന്റിമെന്റലായി തോന്നിയേക്കാം. അപ്പോൾ കർത്താർ സിംഗിന്റെ ഈ വാക്കുകൾ എന്താണ്? വളരെ സെന്റിമെന്റലായിട്ട് തോന്നിയേക്കാം. സെന്റിമെന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു സെന്റിമെന്റ് എന്താണ്? സെന്റിമെന്റൽ ആവുക എന്ന് വെച്ചാൽ നമുക്കൊരു അലിവ് തോന്നുന്നത്, ഒരു ദയവ് തോന്നുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇപ്പം തന്നെ നമുക്ക് വായിച്ചിട്ട് അമ്മയോടുള്ള സ്നേഹമുണ്ട്, പാവല്ലേ, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്, നമുക്കിങ്ങനെ ചിന്ത വന്നില്ലേ? ആ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ളൊരു വികാരം നമുക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സെന്റിമെന്റലായി തോന്നിയിരിക്കാം. എന്നാൽ അയാളുടെ ആത്മാർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി. എന്നാൽ അയാളുടെ ആത്മാർപ്പണം എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അങ്ങ് അമ്മയ്ക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം പൂർണ്ണമായിട്ടും അങ്ങ് അമ്മയ്ക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്നതാണ് ആത്മാർപ്പണം. ഓക്കെ മക്കളെ, അദ്ദേഹത്തിന്റെ അയാളുടെ ഈ ആത്മാർപ്പണം അർപ്പണമാണ് എനിക്ക് വിലപ്പെട്ടതായി തോന്നി. അമ്മ ആ രണ്ടക്ഷരങ്ങളിൽ മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഏത് രണ്ടക്ഷരങ്ങളിലാണ് മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നത്? അമ്മ എന്ന രണ്ടക്ഷരത്തിലാണ്. എന്തിനാണ് മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നി? മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന രണ്ടക്ഷരങ്ങൾ ഏതൊക്കെയാണോ? അമ്മ എന്നുള്ള രണ്ടക്ഷരം ഒരു വാക്ക്, രണ്ട് അക്ഷരമാണ് ഒരു വാക്കാണത് കേട്ടോ. നോക്കിയ മക്കളെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ശ്രദ്ധിച്ചേ. വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ പറ്റി കർത്താർ സിംഗ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എൻ്റെ എല്ലാ മോഹവും പോയി. എന്നാൽ അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു. ബോംബെ വരെ എത്തിയപ്പോൾ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥം കണ്ടത് അമ്മയെ പരിചരിക്കുന്നതിനുള്ള സന്തോഷമാണ്. ഈശ്വരൻ നിന്നും മറ്റും കേട്ടുകേൾവിയേ ഉള്ളൂ. എന്നാൽ അമ്മ കണ്ണിന് മുന്നിൽ ഈശ്വരൻ നൽകി പോന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു. കർത്താർ സിംഗിന്റെ ഈ വാക്കുകൾ വളരെ സെന്റിമെന്റലായി തോന്നിയേക്കാം. എന്നാൽ അയാളുടെ ആത്മാർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി. അമ്മ ആ രണ്ടക്ഷരങ്ങളിൽ മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഓക്കെ, നിങ്ങളെ അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. 1965 കൽക്കട്ടയിൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പിൽ സംബന്ധിക്കാനായി ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു കാലഘട്ടത്തെ പറ്റിയാണ്, മറ്റൊരു സംഭവത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നോക്കിയേ, നമ്മൾ കർത്താർ സിംഗുമായിട്ട് അദ്ദേഹം പരിചയപ്പെട്ടത് എന്താണ്? 1957-58 കാലഘട്ടങ്ങളിലാണ് നമ്മളുടെ ഈ പറഞ്ഞ 2 ടാക്സിക്കാരിലെ ആദ്യത്തെ വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്നത്. ആരാണ്? കർത്താർ സിംഗ്. ഇതാണ് ജർമ്മൻ തത്വചിന്ത പറയുന്നത്. നൈതിക തത്വങ്ങളെ പറ്റി നല്ല രീതിയിൽ അറിവുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ടാക്സി ഡ്രൈവർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അടുത്ത അദ്ദേഹം പറയുന്നത് എന്താണ്? 1965 കാലഘട്ടത്തെ പറ്റിയാണ്. അദ്ദേഹം 1965 കാലഘട്ടത്തെ പറ്റിയാണ് അദ്ദേഹം അടുത്ത ഒരു ജീവിതത്തിലുണ്ടായ ഒരു അവസരത്തെ പറ്റി, ഒരു സന്ദർഭത്തെ പറ്റി പറയുകയാണ്. 1965 കൽക്കട്ടയിൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പിൽ സംബന്ധിക്കാനായി ഞാൻ പോയിരുന്നു. അപ്പോഴെന്താണ്? 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പിൽ സംബന്ധിക്കാനായി ഞാൻ പോയിരുന്നു. അക്കാലത്ത് ഞാൻ ഡൽഹിയിലെ സെക്കൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. സൈക്ലിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. അപ്പോഴെന്താണ്? ആ സമയത്ത് 1965 എന്താണ്? ഡൽഹിയിലെ സൈക്ലിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്നു. ക്യാമ്പിന് പോകുമ്പോൾ ഞാനൊരു പെട്ടി നിറയെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നു. ഇപ്പോഴും ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്താണ്? നമ്മൾ ആ ഒരു 10 ദിവസമാണെങ്കിലും ഒരാഴ്ചയാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് തങ്ങുകയാണ്. അവിടെ നമ്മൾ ചെന്ന് താമസിച്ച് നമ്മളുടെ ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും തിരിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നെത്താൻ പറ്റത്തില്ല. അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ അവിടെ താമസിക്കണം, അവിടെ തങ്ങണം നമ്മൾ. അപ്പോൾ ഇദ്ദേഹം ഇവിടാണ്, കൽക്കട്ടയിലാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് പോകുന്നത്? ഡൽഹിയിൽ നിന്ന്. നോക്കിയ മക്കളെ, അദ്ദേഹം ഡൽഹിയിലെ സൈക്ലിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. ക്യാമ്പിന് പോകുമ്പോൾ ഞാനൊരു പെട്ടി നിറയെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നു. അപ്പോഴെന്താണ്? ക്യാമ്പിൽ പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പെട്ടി നിറയെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നു. അപ്പോഴേ ക്യാമ്പിൽ ആവശ്യമാണ്. ചിലപ്പോൾ ഒരു പുസ്തകങ്ങൾ
ഒരു പുസ്തകത്തിനെ പറ്റി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ടി വരുമെങ്കിൽ പുസ്തകം കയ്യിൽ ആവശ്യമല്ലേ? ഇപ്പോഴാണെങ്കിൽ ആവശ്യമുണ്ടോ? ഇപ്പോഴാണെങ്കിൽ പുസ്തകം തന്നെ വേണം. പിന്നെ നമുക്ക് ജസ്റ്റ് അത്യാവശ്യം, വളരെ അത്യാവശ്യം നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കിട്ടും, പുസ്തകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ മക്കളെ, അങ്ങനെ നമുക്ക് അദ്ദേഹത്തിന്, പക്ഷെ ആ ഒരു സന്ദർഭം എന്താണ്, 1965 കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അത്രയും വലിയ നെറ്റിന്റെ ഉപയോഗവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പെട്ടി നിറയെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളും മറ്റും കൊണ്ടാണ് ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറായത്. ദീർഘയാത്ര ആയതുകൊണ്ട് കിടക്കയും മറ്റും എടുത്തിരുന്നു. അപ്പോൾ ദീർഘയാത്രയാണ്, 10 ദിവസം ഉണ്ട് ക്യാമ്പ് തന്നെ, പിന്നെ യാത്രയുണ്ട്, അതുകൊണ്ട് ദീർഘയാത്രയാണ്. ആ ദീർഘയാത്ര ആയതുകൊണ്ട് കിടക്കയും മറ്റും എടുത്തിരുന്നു. അപ്പോൾ കിടക്കാനുള്ള ബെഡ്, നമ്മളുടെ മെത്ത, ഒരു ചെറിയ മെത്തകളാണ് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ യാത്ര ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ മെത്തകൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കിടക്കയുമായിട്ടൊക്കെയാണ് അദ്ദേഹം യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോഴെന്താണ്, കൽക്കട്ടയിൽ നിന്നും തീവണ്ടി കയറുമ്പോൾ സുഹൃത്തുക്കൾ ടിക്കറ്റും 100 രൂപയുടെ 10 നോട്ടുകൾ അടക്കം ചെയ്യുന്ന കവറും എന്നെ ഏൽപ്പിച്ചിരുന്നു. എന്താണ്, അപ്പോഴെന്താണ്, ആ കൽക്കട്ടയിൽ നിന്നും തീവണ്ടി കയറുമ്പോൾ അദ്ദേഹം കൽക്കട്ടയിൽ നിന്നും തീവണ്ടി കയറുമ്പോൾ സുഹൃത്തുക്കൾ ടിക്കറ്റും, അപ്പോൾ അദ്ദേഹം തീവണ്ടി കയറാൻ നേരത്തെ എന്താണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ടിക്കറ്റ്, ആ ട്രെയിൻ ടിക്കറ്റും 100 രൂപയുടെ 10 നോട്ടുകൾ, അതായത് എത്ര രൂപയാണോ 100 രൂപയുടെ 10 നോട്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ആ നോട്ടുകൾ അടക്കം ചെയ്യുന്ന ഒരു കവറും എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോഴെന്താണ്, ആ ഒരു സുഹൃത്തുക്കൾ ആ ട്രെയിൻ ടിക്കറ്റും കൊടുത്തു, 1000 രൂപ കൊടുത്തിരുന്നു അദ്ദേഹത്തിന്. 1000 രൂപ എന്ന് പറയുന്നത് എന്താണ്, 1965 കാലഘട്ടമാണ്. 1000 രൂപയ്ക്ക് നല്ല വാല്യൂ ഉള്ള സമയമാണ്, നല്ല മൂല്യമുള്ള ഒരു സമയമാണ് 1965 കാലഘട്ടത്തിൽ. 65 100 രൂപയിൽ തന്നെക്ക് നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ ഒരു 10,000 രൂപയുടെ വിലയുണ്ട്. 65 ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ. അപ്പോൾ നല്ല വിലയുള്ള സമയമാണ് ഈ 10,000 രൂപ. 100-ന്റെ എത്ര നോട്ടുകളാണ്, 10 നോട്ടുകൾ. അപ്പോൾ നോക്കി ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കും മക്കളെ. 1965 കൽക്കട്ടയിൽ 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പിൽ സംബന്ധിക്കാനായി ഞാൻ പോയിരുന്നു. അക്കാലത്ത് ഞാൻ ഡൽഹിയിലെ സൈക്കിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. ക്യാമ്പിന് പോകുമ്പോൾ ഞാനൊരു പെട്ടി നിറയെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നു. ദീർഘയാത്ര ആയതുകൊണ്ട് കിടക്കയും മറ്റും എടുത്തിരുന്നു. കൽക്കട്ടയിൽ നിന്നും തീവണ്ടി കയറുമ്പോൾ സുഹൃത്തുക്കൾ ടിക്കറ്റും 100 രൂപയുടെ 10 നോട്ടുകൾ അടക്കം ചെയ്യുന്ന കവറും എന്നെ ഏൽപ്പിച്ചിരുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കിയാൽ നിങ്ങളെ. വാരണാസിയിൽ എത്തുന്നതിന് മുൻപുള്ള സ്റ്റേഷനിൽ വെച്ച് ഒരു വെയിറ്റർ ഊണ് കൊണ്ടുവന്നു. എന്താണ്, ആ ട്രെയിൻ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, വാരണാസി വഴിയാണ് ട്രെയിൻ അങ്ങോട്ട് പോകുന്നത്. ആ വാരണാസിയിൽ എത്തുന്നതിന് മുൻപുള്ള സ്റ്റേഷനിൽ വെച്ച് ഒരു വെയിറ്റർ ഊണ് കൊണ്ടുവന്നു. വാരണാസിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു വെയിറ്റർ, ട്രെയിനകത്ത് തന്നെ ഫുഡ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ദീർഘയാത്രകളാണേലും ഇപ്പോൾ കുറഞ്ഞ യാത്രകളുള്ളിടത്താണെങ്കിലും നമുക്ക് ട്രെയിനകത്ത് ആഹാരങ്ങൾ കിട്ടുന്നുണ്ട്. 3 നേരമുള്ള ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടുന്ന സ്നാക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോഴെന്താണ്, അദ്ദേഹത്തിനും ഊണ് കിട്ടി. വെയിറ്റർ ഊണ് കൊണ്ടുവന്നു. ഊണ് തരുമ്പോൾ തന്നെ അയാൾ ഊണ് വാങ്ങിയവരുടെ എല്ലാം അറിവിനായി ഒരു നിവേദനം സമർപ്പിച്ചു. നിവേദനം എന്ന് വെച്ചാൽ ഒരു അപേക്ഷ പറയുകയാണ്. ഊണ് വാങ്ങിയ എല്ലാവരോടുമായിട്ട് അദ്ദേഹം പറയുകയാണ്, വണ്ടി വാരണാസിയിൽ അധികം നിൽക്കില്ല. കണ്ടോ, വണ്ടിക്ക് വാരണാസിയിൽ ആ സ്റ്റോപ്പിൽ ഒരുപാട് സമയം സ്റ്റോപ്പില്ല. കണ്ടോ, വണ്ടി വാരണാസിയിൽ അധികം നിൽക്കുകയില്ല. ഊണിന്റെ വില 4 രൂപയാണ്. ഊണിന്റെ വില എത്ര രൂപയാണ്, 4 രൂപയാണ്. അയാളുടെ കയ്യിൽ ചില്ലറ നാണയം കാണുകയില്ല. കണ്ടോ, 4 രൂപയാണ് ഊണിന്. ഞാൻ പറഞ്ഞു, നമ്മുടെ 1965 കാലഘട്ടം ആകുമ്പോഴത്തേന് 100 രൂപയ്ക്ക് എന്തുമാത്രം മൂല്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ, ഇപ്പം നമ്മൾക്കൊരു ഹോട്ടലിൽ കയറി ഒരു ഊണ്, സാധാ ഒരു ഊണ് കഴിക്കണമെങ്കിൽ 80-100 രൂപ ആവത്തില്ലേ, അല്ലേ? പിന്നെ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റേറ്റ് കൂടി പോകും. അപ്പോഴത്തേനും കണ്ടോ, ആ 4 രൂപയ്ക്ക് ഊണ് കിട്ടും. ഇപ്പോൾ നമ്മുടെ റെയിൽവേയിലാണെങ്കിൽ തന്നെയും നമുക്ക് ഊണിനൊക്കെ നല്ല ഒരുപാട് പൈസയാകും. പക്ഷെ അന്ന് 4 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം ആ 100 രൂപയുടെ ഒക്കെ മൂല്യം എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. ബാക്കി നോക്കും മക്കളെ. അപ്പോഴത്തേന് അയാളുടെ കയ്യിൽ ചില്ലറ നാണയം കാണുകയില്ല. വാരണാസിയിൽ എത്തുമ്പോഴേക്കും ഊണ് കഴിച്ചിട്ട് പാത്രം തിരികെ കൊടുക്കണം. അപ്പോൾ വാരണാസിയിൽ എത്തുമ്പോഴെന്താണ്, ഊണ് കഴിച്ചതിന് ശേഷം പാത്രം തിരികെ കൊടുക്കണം. ഒപ്പം 4 രൂപയും. അപ്പോൾ വാരണാസിയിൽ എത്തുമ്പോഴത്തേനും ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഈ പാത്രം
തിരികെ കൊടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ ഈ ഊണിന്റെ വിലയായിട്ടുള്ള 4 രൂപയും തിരികെ കൊടുക്കണം. ഞാൻ വാരണാസിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഊണ് കഴിച്ചു. അപ്പോൾ ഇദ്ദേഹം വാരണാസി സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഊണ് കഴിച്ചു. വണ്ടി നിർത്തിയപ്പോൾ സ്നേഹിതന്മാർ തന്ന കവറിൽ നിന്നും 100 രൂപ പുറത്തെടുത്തു. എന്നിട്ട് വാരണാസി സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നില്ലേ 10 100 രൂപ നോട്ട് കൊടുത്തില്ലേ, അതിൽ നിന്ന് 1 നോട്ട് പുറത്തെടുത്തു. ബാക്കിയെല്ലാം സൂട്ട് കേസിൽ ഭദ്രമായി നിക്ഷേപിച്ചു. എന്നിട്ട് എന്താണ്, എന്നിട്ട് തിരിച്ച് ബാക്കി നോട്ടുകളെല്ലാം സൂട്ട് കേസിൽ ഭദ്രമായി നിക്ഷേപിച്ചു. സൂട്ട് കേസ് പൂട്ടിയ താക്കോൽ ഡൽഹിയിലെ എൻ്റെ കെട്ടിടത്തിന്റെ ഒട്ടേറെ താക്കോലുകളോടൊപ്പം ഷോൾഡർ ബാഗിൽ വെച്ചു. എന്നിട്ടാണ് ഡൽഹിയിലെ എൻ്റെ ഞാൻ താമസിക്കുന്ന ആ കെട്ടിടത്തിലത്തെ അദ്ദേഹം ആ ഒരു ബാക്കി താക്കോൽ കൂട്ടങ്ങളോടൊപ്പം ആ സൂട്ട് കേസ് പൂട്ടിയ താക്കോല് ആ ഷോൾഡർ ബാഗിനകത്ത് വച്ചു. ഷോൾഡർ ബാഗ് സൂട്ട് കേസിന്റെ മുകളിൽ വച്ചിട്ടാണ് ഞാൻ തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് എന്താണ്, ആ ഷോൾഡർ ബാഗ്, ആ താക്കോലുകളെല്ലാം ഇട്ട് ഷോൾഡർ ബാഗ് ആ സൂട്ട് കേസിന്റെ മുകളിലോട്ട് വെച്ചിട്ടാണ് ഞാൻ ട്രെയിനിൽ നിന്നും തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴെന്താണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ 4 രൂപ ചില്ലറ ഇല്ലായിരുന്നു, ഇല്ലേ, ചില്ലറ ഇല്ലായിരുന്നു. അപ്പോൾ ആഹാരത്തിന്റെ വില 4 രൂപ എവിടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്, 4 രൂപ ആർക്ക് കൊടുക്കണം, ആ ഊണ് തന്ന ആളിന് കൊടുക്കണം, ചില്ലറയായിട്ട് തന്നെ കൊടുക്കണമെന്ന് അദ്ദേഹം പറയണം. വാരണാസിയിൽ എത്തുന്നതിന് എല്ലാവരും കഴിച്ചു തീർക്കണം, പാത്രവും പൈസയും കൂടി തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നോക്കിയ മക്കളെ, അപ്പോഴെന്താണ്, അദ്ദേഹം ആ ഒരു പൈസയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ശ്രദ്ധിച്ച പാരഗ്രാഫ്, വാരണാസിയിൽ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനിൽ വെച്ച് ഒരു വെയിറ്റർ ഊണ് കൊണ്ടുവന്നു. ഊണ് തരുമ്പോൾ തന്നെ അയാൾ ഊണ് വാങ്ങിയവരോടെല്ലാം അറിവിനായി ഒരു നിവേദനം സമർപ്പിച്ചു. വണ്ടി വാരണാസിയിൽ അധികം നിൽക്കുകയില്ല, ഊണിന്റെ വില 4 രൂപയാണ്. അയാളുടെ കയ്യിൽ ചില്ലറ നാണയം കാണുകയില്ല. വാരണാസിയിൽ എത്തുമ്പോഴേക്കും ഊണ് കഴിച്ചിട്ട് പാത്രം തിരികെ കൊടുക്കണം. ഒപ്പം 4 രൂപയും. ഞാൻ വാരണാസിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഊണ് കഴിച്ചു. വണ്ടി നിർത്തിയപ്പോൾ സ്നേഹിതന്മാർ തന്ന കവറിൽ നിന്നും ഒരു 100 രൂപ എടുത്തു. ബാക്കിയെല്ലാം സൂട്ട് കേസിൽ ഭദ്രമായി നിക്ഷേപിച്ചു. സൂട്ട് കേസ് പൂട്ടിയ താക്കോൽ ഡൽഹിയിലെ എൻ്റെ കെട്ടിടത്തിലെ ഒട്ടേറെ താക്കോലുകളോടൊപ്പം ഷോൾഡർ ബാഗിൽ വെച്ചു. ഷോൾഡർ ബാഗ് സൂട്ട് കേസിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അദ്ദേഹം ചില്ലറ മാറാൻ വേണ്ടിയിട്ട് വാരണാസി സ്റ്റോപ്പിൽ സൂട്ട് കേസ് പൂട്ടി താക്കോൽ കൂട്ടങ്ങളുടെ കൂടെ ആ താക്കോൽ കൂടെ വെച്ച് ഷോൾഡർ ബാഗിൽ വെച്ചിട്ട് ഷോൾഡർ ബാഗ് സൂട്ട് കേസിന്റെ മുകളിൽ വെച്ചതിന് ശേഷം ട്രെയിനിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങി. ട്രെയിൻ എന്നാണോ പറയുന്നത്, തീവണ്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി. ഓക്കെ, ശ്രദ്ധിച്ച മക്കളെ, ബാക്കി നോക്കിക്കേ. റെയിൽവേ ബുക്ക് സ്റ്റാളിൽ നിന്നും ഒരു പുസ്തകം വാങ്ങി ബാക്കി കിട്ടുന്ന തുകയിൽ നിന്നും 4 രൂപ വെയിറ്റർക്ക് കൊടുക്കാമെന്നായിരുന്നു പദ്ധതി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ചില്ലറ ഇല്ലായിരുന്നു. അപ്പോഴെന്താണ്, റെയിൽവേ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങി. ആ റെയിൽവേയുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങി ബാക്കി കിട്ടുന്ന തുകയിൽ നിന്ന്, അപ്പോൾ കയ്യിൽ സ്വാഭാവികമായിട്ടും ബാക്കി കിട്ടുമല്ലോ, അപ്പോൾ ബാക്കി കിട്ടുന്ന തുകയിൽ നിന്നും 4 രൂപ വെയിറ്റർക്ക് കൊടുക്കാമെന്നായിരുന്നു പദ്ധതി. എന്നിട്ട് അതിൽ നിന്നൊരു 4 രൂപ വെയിറ്റർക്ക് ഭക്ഷണം തന്ന ആളിന് കൊടുക്കാമെന്നായിരുന്നു പദ്ധതി. ധൃതിയിൽ ഒരു പുസ്തകം വലിച്ചെടുത്ത് 21 രൂപ വില കൊടുത്തു. അപ്പോഴെന്നാൽ പെട്ടെന്ന് ട്രെയിൻ കുറച്ച് സമയമേ നിർത്തിയിരിക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു ബുക്ക് വാങ്ങിയിട്ട് 21 രൂപയുടെ ബുക്കാണ്. ആ ബുക്ക് എന്താണ്, ബുക്ക് എന്തേലും 21 രൂപ വില കൊടുത്തു. 100 രൂപ മാറി കിട്ടിയതിൽ സന്തോഷിച്ചു. അപ്പോൾ ബാക്കി 21 രൂപ ബുക്ക് വാങ്ങിയപ്പോഴത്തേനും ബാക്കി ചില്ലറ കിട്ടി. അപ്പോഴെന്താണ്, 100 രൂപ മാറി കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം വന്നു. സന്തോഷിച്ചു. എന്നാൽ എൻ്റെ വണ്ടി എവിടെ? എന്താണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അയ്യോ എൻ്റെ വണ്ടി എവിടെ, എൻ്റെ ട്രെയിൻ എവിടെ? അതാ പോകുന്നു, അതിൻ്റെ വാലറ്റം മാത്രം കണ്ടു. അപ്പോഴെന്താണ്, ട്രെയിൻ വിട്ടുപോയി, അതിൻ്റെ ഒരു അറ്റം മാത്രം കണ്ടു, വാലറ്റം മാത്രമേ കണ്ടുള്ളൂ. പെട്ടെന്ന് തോന്നിയത് ലോകം തവിട് പൊടിയായി പോയെന്നാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്താണ് തോന്നിയത്, ലോകം തവിട് പൊടിയായി പോയെന്നാണ്. എൻ്റെ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു, ഷർട്ട് പോലും തീവണ്ടിയിലാണ്. അപ്പോഴെന്താണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എനിക്കിനിയൊന്നും മാറി ഇടാനുള്ള ഷർട്ട് പോലും എവിടാണ്, തീവണ്ടിക്കകത്താണ്. തീവണ്ടി എവിടെ? തീവണ്ടിയുടെ ഒരു അറ്റം മാത്രമേ കണ്ടുള്ളൂ, തീവണ്ടി അങ്ങ് പോയി. അത് തീവണ്ടി പോകുന്ന പോലും അറിഞ്ഞില്ല. അപ്പൊ നോക്കിക്കേ മക്കളെ, ഒന്നും കൂടി ശ്രദ്ധിച്ചേ. റെയിൽവേ ബുക്ക് സ്റ്റാളിൽ നിന്നും ഒരു പുസ്തകം വാങ്ങി ബാക്കി കിട്ടുന്ന തുകയിൽ നിന്നും 4 രൂപ വെയിറ്റർക്ക് കൊടുക്കാമെന്നായിരുന്നു പദ്ധതി. ധൃതിയിൽ ഒരു പുസ്തകം വലിച്ചെടുത്ത് 21 രൂപ വില കൊടുത്തു. 100 രൂപ
മാറിക്കിട്ടിയതിൽ സന്തോഷിച്ചു. എന്നാൽ എൻ്റെ വണ്ടി എവിടെ? അതാ പോകുന്നു. അതിൻ്റെ വാലറ്റം മാത്രം കണ്ടു. പെട്ടെന്ന് തോന്നിയത് ലോകം തവിടുപൊടിയായി പോയെന്നാണ്. അതിൻ്റെ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷർട്ട് പോലും തീവണ്ടിയിലാണ്. നോക്കിയ മക്കളെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. എന്താണ്? ലോകം തവിടുപൊടിയായി പോയത്, അങ്ങനെ തോന്നിയത് എപ്പോഴാണ്? അദ്ദേഹത്തിന് ലോകം പെട്ടെന്ന് തവിടുപൊടിയായി പോയി എന്ന് തോന്നിയത് എപ്പോഴാണ്? നമുക്ക് നമ്മളുടെ എക്സസൈസിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നമുക്കത് പരീക്ഷയ്ക്ക് വേണമെന്ന് ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എപ്പോഴാണ് അപ്പോൾ ലോകം തവിടുപൊടിയായി എന്ന് തോന്നിയത് അദ്ദേഹത്തിന്? അദ്ദേഹം തൻ്റെ സൂട്ട്കേസ് കൂട്ടി കയ്യിലുള്ള പൈസ എല്ലാം കൂടി ഷോൾഡർ ബാഗിൽ വെച്ച് തീവണ്ടിക്കകത്ത് സൂട്ട്കേസിൻ്റെ മുകളിൽ വെച്ചിട്ട് ചില്ലറ മാറാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുകയും അത് ചില്ലറ മാറിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയ സമയത്ത് ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് എന്താണ്? എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. എന്താണ്? ആ ബാഗും മണി ബാഗും സൂട്ട്കേസും എല്ലാം ട്രെയിനകത്തായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. മാറിയിടാൻ ഒരു ഷർട്ട് പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ? അപ്പോഴെന്താണ് അദ്ദേഹത്തിന് എന്താണ് തോന്നിയത്? ലോകം തവിടുപൊടിയായി പോയെന്നാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയത്. തോന്നാനുണ്ടായ സാഹചര്യം മനസ്സിലായല്ലോ എപ്പോഴാണെന്ന്? നോക്കിയേ മക്കളെ, ബാക്കി നോക്കിയേ. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. ഞാൻ എന്താണ്? സ്റ്റേഷൻ മാസ്റ്ററുടെ, അറിയാലോ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരു സ്റ്റേഷൻ മാസ്റ്റർ കാണും. ആ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. അയാളോട് വിക്കി പറഞ്ഞു. അപ്പോഴെന്താണ്? പെട്ടെന്ന് ടെൻഷൻ കാരണം, സങ്കടവും ടെൻഷനും എല്ലാം കാരണം സൗണ്ട് വരുന്നൊരു വിക്കൽ. എന്താണ്? വിക്കി പറഞ്ഞു. സാർ, ഞാനൊരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ്. ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചർ, അതാണ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ. ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ വന്നതാണ്. ഡൽഹിയിലേക്കുള്ള വണ്ടിയിലാണ് ഞാൻ വന്നത്. വണ്ടി ചൂളം വിളിക്കാതെ ഒരു അറിയിപ്പും കൂടാതെ പോയിരിക്കുന്നു. അപ്പോഴെന്താണ്? വണ്ടി ചൂളം വിളിക്കാതെ ഒരു അറിയിപ്പും കൂടാതെ പോയിരിക്കുന്നു. എപ്പോഴാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നാലും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും ഒരു സ്റ്റോപ്പിൽ നിന്നും ട്രെയിൻ എടുക്കാൻ നേരത്ത് വലിയ രീതിയിലുള്ള ചൂളം വിളിക്കും, വിസിലടിക്കും, ഹോൺ അടിക്കും. അപ്പോൾ നമ്മളെന്താ? ട്രെയിനിൻ്റെ ഹോണിൻ്റെ പ്രത്യേകത അറിയാം, ഒരുപാട് ദൂരെ കേൾക്കുന്ന സൗണ്ടാണ് നമ്മൾ ട്രെയിനിൻ്റെ ഹോണടി സൗണ്ട്. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് വിടാൻ നേരത്താണെങ്കിൽ തന്നെ എന്താണ്? ഒരു ഹോൺ അടിക്കും. ഹോൺ അടിക്കുമ്പോഴത്തേന് ഒരുപാട് ദൂരെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു സ്റ്റോപ്പ് നിർത്തിയിട്ട് ട്രെയിൻ എടുക്കാൻ നേരത്തെ ഈ ഹോൺ അടിക്കും. ആ ഹോൺ അടിക്കുമ്പോൾ ട്രെയിൻ അവിടെ നിന്ന് വിടാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴെന്താണ്? എന്താണ്? ഈ വാരണാസി സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്? ആ സ്റ്റേഷനിൽ ട്രെയിൻ വന്നു നിന്നും ഒരു ഹോൺ പോലും അടിക്കാതെ, ഒരു ചൂളം വിളിക്കാതെ, ഒരു അറിയിപ്പും കൂടാതെ പോയിരിക്കുന്നു. അതിനെ തിരികെ വിളിക്കണം. അത് കേട്ട് സ്റ്റേഷൻ മാസ്റ്റർ പരിഹാസത്തോടെ പറഞ്ഞു. ആ ട്രെയിൻ എനിക്ക് കിട്ടിയില്ല, അതിനെ തിരികെ വിളിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പരിഹാസത്തോടെ പറഞ്ഞു, ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ വേണം. എന്താണ്? അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ വേണം നിങ്ങൾക്ക്. എപ്പോഴും ആ ഒരു കാര്യത്തിൽ, ട്രെയിനിൻ്റെ കാര്യത്തിൽ ആ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആയാൽ മാത്രം പോരാ, എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ നിങ്ങൾക്ക് വേണം. അദ്ദേഹം എങ്ങനെയാണ്? പരിഹാസത്തോടെയാണ് പറഞ്ഞത്. ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ വേണം. അയാളോട് തർക്കിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ സ്റ്റേഷന് വെളിയിലേക്ക് ഓടി. അങ്ങനെ പരിഹസിച്ച് പറഞ്ഞു നിൽക്കുന്ന ആളിനോട് തർക്കിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തിന് സമയമില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഓടി. ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എക്സാമിനർ വിളിച്ചു പോകുന്നു. ടിക്കറ്റ് എന്താണോ ടിക്കറ്റ് വിളിക്കുന്നത്? നമ്മൾ ഏതൊരു റെയിൽവേ സ്റ്റേഷനകത്ത് കയറണമെങ്കിലും നമ്മൾക്ക് ട്രെയിൻ ടിക്കറ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഏതൊരു റെയിൽവേ സ്റ്റേഷനകത്ത് കയറുമ്പോഴും നമ്മൾക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ട്രെയിൻ ടിക്കറ്റ് അഥവാ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് എങ്ങും പോകണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമ്മളുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് അത് ട്രെയിൻ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും ഇല്ലാതെ നമുക്ക് ഒരിക്കലും റെയിൽവേ സ്റ്റേഷനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കാൻ വേണ്ടി നമുക്ക് അനുവാദമില്ല. അപ്പോഴത്തേനും നമുക്ക് ഈ ടിക്കറ്റുകൾ ഇല്ല എങ്കിൽ നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ റെയിൽവേ പോലീസ് ഉണ്ടല്ലോ സ്റ്റേഷനകത്ത്, നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കയറണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് നമ്മുടെ കൈവശം വേണം, അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴാണേലും ഭാവിയിൽ
അപ്പോഴെന്താണ്, അപ്പോൾ നേരത്തെയുള്ള സമയങ്ങളിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്ത് പോകുമ്പോഴേക്കും നമ്മൾ ആ ട്രെയിൻ യാത്ര ചെയ്ത ടിക്കറ്റ് നമുക്ക് അവിടെ ടിക്കറ്റ് എക്സാമിനറെ ഏൽപ്പിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി പോയാൽ മതി. അപ്പോൾ ആ സമയത്തെല്ലാം ഏൽപ്പിക്കണമായിരുന്നു. അപ്പോഴെന്താണ്, ടിക്കറ്റ് ഗേറ്റിൽ നിന്നും ടിക്കറ്റ് എക്സാമിനർ വിളിച്ചു പോകുന്നു. ടിക്കറ്റ് എനിക്ക് സമയം കളയാനില്ല, ആ തീവണ്ടിയെ പിടിക്കണം. എന്താണ്, അവിടെ നിന്ന് ടിക്കറ്റും എടുത്ത് കൊടുത്തുകൊണ്ട് നിൽക്കാൻ, അതുപോലെ കൈ ടിക്കറ്റ് പോലും ഇല്ല, ട്രെയിനകത്തായിരിക്കാം. അപ്പോഴെന്താണ്, എനിക്ക് സമയം കളയാനില്ല, ആ തീവണ്ടിയെ പിടിക്കണം. ഞാൻ ആദ്യം കണ്ട ടാക്സിക്കാരൻ്റെ അടുത്തേക്ക് ഓടി. അയാളോട് ഞാൻ പറഞ്ഞു, അയ്യ വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കൂ. ഉണ്ടോ, അയ്യ സഹോദര വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുക, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ അതിനെ പിടിക്കാം. നമുക്ക് എന്താണ്, അടുത്ത സ്റ്റേഷനിൽ വെച്ച് അതിനെ പിടിക്കാം. ഒന്നും എതിര് പറയാതെ ഡ്രൈവർ അതിവേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ട് അത്യന്തം വിനയത്തോടു കൂടി പറഞ്ഞു. എന്നിട്ട് എന്താണ്, ഇത് പറഞ്ഞത് കേട്ടിട്ട് ആ ഡ്രൈവർ വളരെ വേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടി, വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടി, അതാണ് വിനയം എന്ന് പറയുന്നത്, വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, മഹാത്മജി നമുക്ക് ഒരിക്കലും ആ വണ്ടിയെ പിടിക്കാൻ ഒക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, മഹാത്മജി ബഹുമാനപൂർവ്വം വിളിക്കുകയാണ് കേട്ടോ. ഒരു ടാക്സിക്കാരനാണെങ്കിൽ തന്നെ നോക്കണോ ബഹുമാനം കണ്ടോ, ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഒരു ടാക്സിക്കാരനായിട്ട് പോലും വിളിക്കുന്നുണ്ടോ, ബഹുമാനം കണ്ടോ. മഹാത്മജി നമുക്ക് ഒരിക്കലും ആ വണ്ടിയെ പിടിക്കാൻ ഒക്കുകയില്ല. അത് ഗ്രാൻഡ് ട്രാങ്ക് എക്സ്പ്രസ് ആണ്. എന്താണ്, ഗ്രാൻഡ് ട്രാങ്ക് എക്സ്പ്രസ് ആണ്. മണിക്കൂറിൽ 80 മൈൽ വേഗത്തിൽ ഓടുന്ന വണ്ടി, അത് ഗ്രാൻഡ് ട്രാങ്ക് എക്സ്പ്രസ് ആണ്. അതെന്താണെന്ന്, മണിക്കൂറിൽ 80 മൈൽ വേഗത്തിൽ ഓടുന്നത്. ഈ മൈൽ വേഗം എന്ന് വെച്ചാൽ നമ്മുടെ കിലോമീറ്ററിനേക്കാൾ വേറൊരു കണക്കാണ്. ആ ഒരു സമയത്തൊക്കെ മൈൽ കണക്കായിരുന്നു. അപ്പോൾ 1 മൈലെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ അങ്ങനെ എന്തോ ഒരു അളവുണ്ട്. അത് മാഡത്തിന് നന്നായിട്ട് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മൈൽ കണക്ക് നമ്മൾ കിലോമീറ്ററിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കണക്കാണത്. നോക്കിയ മക്കളെ, അത് എന്താണ്, മണിക്കൂറിൽ 80 മൈൽ വേഗത്തിൽ ഓടുന്ന വണ്ടിയാണ്. എൻ്റെ കാറിന് 50 മൈലിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ ഒക്കുകയില്ല. അപ്പോൾ എൻ്റെ കാറിന് എന്താണ്, എൻ്റെ കാറിന് 50 മൈൽ വേഗത്തിൽ കൂടുതൽ, നമ്മൾ കാറിൻ്റെ കിലോമീറ്റർ സ്പീഡ് പറയത്തില്ലേ, അപ്പോൾ മാക്സിമം എൻ്റെ വണ്ടിക്ക് 50 മൈൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റത്തില്ല. അടുത്ത സ്റ്റേഷൻ 70 മൈൽ അപ്പുറവുമാണ്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്താണ്, 70 മൈൽ അപ്പുറവുമാണ്. ഡ്രൈവറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ തോന്നി. അപ്പോഴെന്താണ്, ഈ ഒരു അവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോഴെന്താണ്, ആദ്യമേ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, എന്താണ്, ലോകം തന്നെ തവിടുപൊടിയായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഡ്രൈവർ എന്താണ് പറയുന്നത്, അത് ഗ്രാൻഡ് ട്രാങ്ക് എക്സ്പ്രസ് ആണ്. അതിൻ്റെ സ്പീഡ് എന്താണ്, ആ എക്സ്പ്രസ്സിന് എത്ര മൈലാണ്, 80 കിലോമീറ്ററിൽ കൂടുതലാണ്. 80 കിലോമീറ്റർ, അത് മണിക്കൂറിൽ 80 മൈൽ വേഗത്തിലാണ് ആ ട്രെയിൻ ഓടുന്നത്. എൻ്റെ കാറിനാണെങ്കിൽ 50 മൈൽ വേഗം മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, പിന്നെന്താണ്, അടുത്ത സ്റ്റേഷൻ 70 മൈൽ അപ്പുറവുമാണ്. 70 മൈൽ അപ്പുറത്താണ് അടുത്ത സ്റ്റേഷൻ. ഡ്രൈവറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴും പോലെ തോന്നി. അതും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എപ്പോഴാണ് നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴുന്നത്? എപ്പോഴാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി വെളിയിലിറങ്ങി കണ്ട ഒരു ടാക്സി വിളിച്ചിട്ട് വേഗം ആ ട്രെയിനെ പിന്തുടർന്ന് പോകാൻ പറയുന്നു. അടുത്ത സ്റ്റേഷനിൽ ചെന്ന് ആ ട്രെയിനകത്ത് കയറണം. അപ്പോഴെന്താണ് ആ ഡ്രൈവർ പറഞ്ഞത്, അത് ഗ്രാൻഡ് ട്രാങ്ക് എക്സ്പ്രസ് ആണ്. അത് മണിക്കൂറിൽ 80 മൈൽ വേഗത്തിൽ പോകുന്ന വണ്ടിയാണ്. എൻ്റെ കാറിനാണെങ്കിൽ 50 മൈൽ വേഗത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല. അത് മാത്രവുമല്ല, അടുത്ത സ്റ്റേഷൻ 70 മൈൽ ദൂരെയാണ്. അത് കേട്ടപ്പോഴത്തേന് അദ്ദേഹത്തിന് എന്ത് തോന്നി, ഈ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ. ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിപ്പോയില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ, കുറച്ച് പൈസ ഉണ്ടല്ലേ, 100 രൂപ കൊടുത്തതിൻ്റെ ബാക്കി കുറച്ച് പൈസ അദ്ദേഹത്തിനുണ്ട്. ഏകദേശം 70 രൂപ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ, കുറച്ച് പൈസ ഉണ്ട്. പക്ഷേ എന്താണ്, ഒന്ന് മാറിയിടാൻ പോലുള്ള ഒരു ഡ്രസ്സ് പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി അല്ലേ. ആ ഒരു ബാഗ് കിട്ടുമല്ലോ എന്ന് എങ്ങനെ അറിയാം, എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയായി പോയില്ലേ. പോരാത്തതിന് ആ ട്രെയിനെ പിടിക്കാൻ കൂടി പറ്റുന്നില്ല അല്ലേ. ആ ഒരു പാരഗ്രാഫ് ശ്രദ്ധിച്ച മക്കളെ. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് കുതിച്ചു പറഞ്ഞു. അയാളോട് വിക്കി പറഞ്ഞു, സാർ ഞാനൊരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ്, ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ വന്നതാണ്.
വണ്ടി ചൂളം വിളിക്കാതെ ഒരു അറിയിപ്പും കൂടാതെ പോയിരിക്കുന്നു, അതിനെ തിരികെ വിളിക്കണം. അത് കേട്ട് സ്റ്റേഷൻ മാസ്റ്റർ പരിഹാസത്തോട് പറഞ്ഞു, ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ വേണം. അയാളോട് തർക്കിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ സ്റ്റേഷന് വെളിയിലേക്ക് ഓടി. ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എക്സാമിനർ വിളിച്ചു പോകുന്നു. ടിക്കറ്റ്. എനിക്ക് സമയം കളയാനില്ല, ആ തീവണ്ടിയെ പിടിക്കണം. ഞാൻ ആദ്യം കണ്ട ടാക്സിക്കാരൻ്റെ അടുത്തേക്ക് ഓടി. അയാളോട് പറഞ്ഞു, ഭയ്യ വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുക, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ അതിനെ പിടിക്കാം. ഒന്നും എതിര് പറയാതെ ഡ്രൈവർ അതിവേഗത്തിൽ കാർ ഓടിച്ചുകൊണ്ട് അത്യന്തം വിനയത്തോടു കൂടി പറഞ്ഞു, മഹാത്മജി, നമുക്ക് ഒരിക്കലും ആ വണ്ടിയെ പിടിക്കാൻ ഒക്കുകയില്ല. അത് ഗ്രാൻഡ് ടാങ്ക് എക്സ്പ്രസ് ആണ്. മണിക്കൂറിൽ 80 മൈൽ വേഗത്തിൽ ഓടുന്ന വണ്ടി. എൻ്റെ കാറിന് 50 മൈലിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ ഒക്കുകയില്ല. അടുത്ത സ്റ്റേഷൻ 70 മൈൽ അപ്പുറമാണ്. ഡ്രൈവറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴും പോലെ തോന്നി. അപ്പോഴെന്താണ്, നമുക്ക് ഇന്നിപ്പം ഈ പാഠഭാഗം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്താം. അപ്പോൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. അദ്ദേഹത്തിന് നമ്മുടെ ഒരു നിത്യചൈതന്യയുടെ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു പാഠഭാഗമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഈ പഠിച്ചതിനകത്ത് ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. കണ്ടോ, ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതണം കേട്ടോ. ജീവിതം തവിടുപൊടിയെ പോലെയായത് എപ്പോൾ, തവിടുപൊടിയായി പോയതാണ് തോന്നുന്നത് എപ്പോൾ. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഏതാണ്, നിസ്സഹായതയുടെ ആഴത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ തോന്നിയത് എപ്പോൾ. ഇത് രണ്ടും നമുക്കൊരു ഹോംവർക്കാണ് ഞാൻ തരുന്നത് കേട്ടോ. ഈ പാഠം തരുമ്പോൾ ഞാൻ ഹോംവർക്ക് ബോർഡിൽ എഴുതിയിട്ട് തരാം, ഇത് നിങ്ങൾ മറന്നു പോകും, കേട്ടില്ലെന്നൊക്കെ പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ സ്വയം എഴുതണം. എഴുതുമ്പോൾ ചുമ്മാ ഒരു 2 വരി എഴുതി വെച്ചാൽ പോരാ, നല്ല ഒരു പേജ് ഫുള്ളായിട്ട് ആൻസർ എഴുതി ശീലിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.